ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം നാം വിചാരിക്കുന്നത് പോലെ അത്ര സുഗമമായല്ല മുന്നോട്ട് പോകുന്നത്. വളരെ സങ്കീർണമായ, ഒരുപക്ഷെ ദുരൂഹമായ പല കാര്യങ്ങളും അതിൽ നടന്നു വരുന്നുണ്ട്. സമ്പൂർണ്ണ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലുൾപ്പെടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കുന്നതിലെ പാളിച്ചകൾ, അങ്ങനെ ഒട്ടേറെ പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പക്ഷേ അതിനുമൊക്കെ അപ്പുറത്ത് നമ്മളെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നു. അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നത് TN മണിലാൽ സാറാണ്. അദ്ദേഹം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. സ്വാഗതം സാർ. സാർ, ഏതൊരു പരിഷ്കരണ പരിപാടിയെയും, ഏതൊരു സാംസ്കാരിക വിദ്യാഭ്യാസ പരിപാടിയെയും, പ്രത്യേകിച്ച് ശാസ്ത്ര കൗതുകമുള്ള പരിപാടിയെയും വളരെ ഗൗരവത്തോടെ വിമർശന ബുദ്ധിയ നോക്കിക്കാണുന്ന പ്രകൃതമാണല്ലോ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റേത്. കേരളത്തിൽ ഇപ്പോൾ പാഠ്യപദ്ധതി പരിഷ്കരണം ആരംഭിച്ചിട്ട് ഏതാണ്ട് 3 പതിറ്റാണ്ടിനോടടുക്കുകയാണ്. ഈ പാഠ്യപദ്ധതി പരിഷ്കരണത്തെ ആദ്യകാലം മുതൽ സ്വാഗതം ചെയ്ത ഒരു സംഘടനയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. SUCI തുടങ്ങിയ ചില സംഘടനകളൊക്കെ എതിർത്തെങ്കിൽ പോലും, പാഠ്യപദ്ധതിയെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ സ്വാഗതം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഏതാണ്ട് അതിൻ്റെ ഗുണവശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ പരിഷത്താണ്. ഇപ്പോഴും ആ രീതി തന്നെയാണ് പുതിയ പാഠപുസ്തകങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്തും പരിഷത്തിൻ്റെ നിലപാട്. പരിഷത്തിൻ്റെ വിദ്യാഭ്യാസ നിലപാടിന് മാറ്റമൊന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്ന അതേ നിലപാട് തന്നെയാണ് നമ്മളിപ്പോഴും തുടരുന്നത്. കാരണം അത് നിലവിലുള്ള ശാസ്ത്രീയമായ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് പണ്ടും ഇപ്പോഴും പരിഷത്ത് നിലപാടെടുത്തിട്ടുള്ളത്. പരിഷത്ത് എടുത്ത നിലപാടിൻ്റെ തുടർച്ച കൂടിയാണ് കേരളത്തിലെ മാറി വന്ന പാഠ്യപരിഷ്കരണം. ഇപ്പം 3 പതിറ്റാണ്ട് അടുക്കുന്ന പാഠ്യപരിഷ്കരണം പരിഷത്ത് തുടങ്ങി വെച്ച വിജ്ഞാനോത്സവത്തിൻ്റെ ചുവട് പിടിച്ചാണ്. കാരണം കുട്ടിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു വിദ്യാഭ്യാസ രീതി തുടങ്ങി വെച്ചത് പരിഷത്താണ്. അത് സമൂഹത്തിൽ വളരെയധികം ആകർഷിച്ച ഒരു രീതി ആയതുകൊണ്ടാണ് നമ്മുടെ കരിക്കുലത്തിലേക്കും അത് ചേർത്തിട്ടുള്ളത്. മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള വികസിത രാജ്യങ്ങളിലെല്ലാം ശിശു കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസമാണ് ഏറ്റവും ശാസ്ത്രീയമെന്ന് ബോധ്യപ്പെട്ടുള്ളതുമാണ്. അതാണ് പിന്തുടരുന്നതും. ശിശു കേന്ദ്രീകൃതവും ശിശു സൗഹൃദവും, ടീച്ചർ സെൻറ്റേർഡ് ആയിരുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയെ ചൈൽഡ് സെൻറ്റേർഡ് എന്ന നിലയിലേക്ക് മാറ്റി തീർക്കുകയും അന്വേഷണാത്മകമായ, ഒരുപക്ഷെ ഒരു സാമൂഹിക അംശം കൂടുതലുള്ള, സമൂഹം കൂടി ഇടപെടുന്ന തരത്തിലേക്ക് ഒരു വിദ്യാഭ്യാസ പദ്ധതിയെ ഭാവന ചെയ്ത് നടപ്പാക്കുന്ന കാര്യത്തിൽ പരിഷത്തിൻ്റെ പങ്ക് അന്നും വലുതായിരുന്നു. കാര്യത്തിലൊന്നും സംശയമില്ല. എന്നാൽ ചില വിമർശനങ്ങൾ പരിഷത്ത് ഉയർത്തേണ്ട സമയത്ത് ഉയർത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഒരു വിമർശനം പരിഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അത് നിരന്തര മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങളും, ഒപ്പം തന്നെ ഒരുപക്ഷെ പാർശ്വവൽകൃത വിഭാഗത്തിലെ കുട്ടികൾ വീണ്ടും പിന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയങ്ങൾ കാണുന്നു എന്ന ഒരു വിമർശം പരിഷത്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലെത്രമാത്രം വാസ്തവമുണ്ട്? അത് വാസ്തവം ഉണ്ട് എന്ന് തോന്നിയുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു പ്രസ്താവന പരിഷത്ത് ഇറക്കിയിട്ടുള്ളത്. നമ്മുടെ വീക്ഷണം ശാസ്ത്രീയമായ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് 10ാം ക്ലാസ്സിൽ ഇനി വരുന്ന പരീക്ഷകളിൽ ചെറിയൊരു മാറ്റം വരുത്തും എന്നുള്ളതാണ് അറിയുന്നത്. അപ്പം 30 മാർക്ക് വാങ്ങുക, ആ മിനിമം മാർക്ക് വാങ്ങാത്ത കുട്ടികൾ തോൽക്കുന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് പണ്ടിവിടെ നിലവിലിരുന്ന രീതിയായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർമ്മയാണ് പലർക്കും ഉണ്ടാവുക. പക്ഷേ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട, അല്ലെ ചിന്തിക്കേണ്ട കാര്യം, ഈ 30 മാർക്ക് ലഭിക്കാത്ത കുട്ടികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ അത്തരം കുട്ടികളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, നമ്മൾ ഈ 2024 SSLCയുടെ ഒരു റിസൾട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ ആരാണെന്നും അത് ഏത് വിഭാഗത്തിൽ വരുന്നു എന്നൊരു കണക്കെടുക്കുമ്പോൾ നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റം വരുമ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കായിരിക്കും വലിയ അടിയേൽക്കുക എന്നുള്ള യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇനി വരുന്ന പരീക്ഷകളിൽ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ തോൽക്കുന്ന കുട്ടികൾ ഒരു പ്രത്യേക വിഭാഗത്തിൽ വരുന്ന കുട്ടികൾ എന്നത് ഒരു
ഒരു നല്ല സമൂഹത്തിൻ്റെ ലക്ഷണമല്ല. അതൊരു പുരോഗമനപരമായ ഒരു തീരുമാനമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സാർ സൂചിപ്പിച്ച കാര്യം ഞാൻ ഒന്നും കൂടി വ്യക്തമാകാൻ വേണ്ടി ചോദിക്കുകയാണ്. ഈ പരിഷത്ത് മുന്നോട്ട് വെച്ച ആ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ പിന്നോക്ക വിഭാഗത്തിലുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് SC വിഭാഗത്തിലെ കുട്ടികൾ ഏതാണ്ട് 8-9% മാത്രമേ A+ലേക്ക് എത്തുന്നുള്ളൂ. എന്നാൽ ST വിഭാഗത്തിലെ കുട്ടികൾ അതിലും താഴെ 3%, 4%ത്തിലാണ് ഈ വിഭാഗത്തിലേക്ക് എത്തുന്നുള്ളൂ. ഏതാണ്ട് 28%-നടുത്ത് ആണ് മുന്നോക്ക വിഭാഗത്തിൽ നിന്ന് കുട്ടികൾ A+ലേക്ക് നേടുന്നത്. ഇങ്ങനെ നേടിപ്പോകുന്നത് അത് വിജയവും A+വും മാത്രമല്ല. അപ്പോൾ 30% മാർക്കിന് വേണ്ടി വരുന്നു എന്നുള്ള മറ്റൊരു കാര്യം. SSLC വിജയത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പാർശ്വവൽകൃത വിഭാഗത്തിൽ നിന്നും കുട്ടികൾ പിന്നോക്കം പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് തിരക്കാതെ ഈ ഒരു പാഠ്യപദ്ധതിയുമായി മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷാ സമ്പ്രദായവുമായി മുന്നോട്ട് പോയാൽ പാർശ്വവൽകൃതരെ അത് കൂടുതൽ ബാധിക്കുന്നു എന്ന് തന്നെയാണല്ലോ സാർ സൂചിപ്പിക്കുന്നത്. അതെ. ഇപ്പോൾ നമ്മൾ ഈ A+ൻ്റെ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ST വിഭാഗത്തിൽ ഫുൾ A+ വാങ്ങിച്ചത് 2% ഉള്ളൂ. SC വിഭാഗത്തിലാണ് 6% ഉള്ളൂ. അതേസമയം ജനറൽ വിഭാഗത്തിൽ 28% വരുവാണ്. അപ്പോൾ ഈ അന്തരം വരുന്നതിൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കണം. അതാണ് നമ്മൾ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യം. എന്തുകൊണ്ടാണ് ഒരു വിഭാഗത്തിൽ മാത്രമുള്ള കുട്ടികൾ ഇങ്ങനെ ഈ മുന്നോട്ട് വരാത്തത്? അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിന് പറ്റിയ ചികിത്സയാണ് നൽകേണ്ടത്. ആ ചികിത്സ നൽകുന്നതിലെ പിഴവാണ് ഈ ഒരു വ്യത്യാസം വരാൻ കാരണം. അപ്പോൾ ആ പിഴവ് ഇനിയും കൂടുതൽ ആഴത്തിൽ ആവർത്തിക്കുന്ന ഒരു തീരുമാനമായിരിക്കും ഇതെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടികൾ പിന്നോക്കം പോകുന്നത്, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പിന്നോട്ട് പോകുന്നത് അവരുടെ ബുദ്ധിപരമായ പിന്നോക്കാവസ്ഥയല്ല എന്നുള്ളത് സത്യമാണല്ലോ, കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അവരെ സാമൂഹികമായി മുഖ്യധാരയിലേക്ക് എത്തി നിൽക്കുന്നതിൽ ചില ഘടകങ്ങൾ വിഘാതമായി നിൽക്കുന്നുണ്ട്, തടസ്സം നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ തടസ്സങ്ങളും കൂടി നീക്കിക്കൊണ്ട് കുട്ടികളെ വിദ്യാഭ്യാസത്തിൻ്റെ മെയിൻ സ്ട്രീമിലെത്തിക്കുക എന്നാണ് പരിഷത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലേ? അങ്ങനെയാണേലേ എല്ലാവർക്കും തുല്യത ഉണ്ടാകുള്ളൂ. അതാണല്ലോ സാമൂഹ്യ നീതി. എല്ലാ കുട്ടികളും ഓരോ വ്യക്തിയാണെന്ന് മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും തുല്യ നീതി ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. അതാണല്ലോ. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ കുറച്ച് കുട്ടികൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എങ്കിൽ അത് നമ്മളുടെ നടപ്പിലാക്കിയതിൻ്റെ ഒരു പാകപ്പിഴയായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പല കാരണങ്ങളുണ്ട്. എല്ലാ കാരണങ്ങളും നമ്മൾ പൂർണ്ണമായിട്ടും മറികടക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് വന്ന പോരായ്മകൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനെ മറികടക്കാനാണ് ഒരു പരിഷ്കൃത സമൂഹം അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ ചെയ്യേണ്ടതാണ്. ഇപ്പം ഒരു വിഷയത്തിന് 30 മാർക്ക്, മിനിമം 30 മാർക്ക് കമ്പൽസറി ആക്കിയാൽ, ഇപ്പോൾ അടുത്ത വർഷം മുതൽ ഒരു പക്ഷേ അങ്ങനെ വന്നേക്കുമെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സൂചന. 30 മാർക്ക് കമ്പൽസറി ആക്കുമ്പോൾ 30 മാർക്കിൽ താഴെയുള്ള കുട്ടികൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പോലും തോൽക്കുന്ന ഒരവസ്ഥ വരും. അങ്ങനെ തോൽക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമല്ലല്ലോ തോൽപ്പിക്കുക എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ ആദ്യം സൂചിപ്പിച്ച ഒരു പാർശ്വവൽകൃത വിഭാഗത്തിലെ കുട്ടികൾ കൂടുതൽ തോൽക്കേണ്ടി വന്നാൽ, അങ്ങനെ സംഭവിച്ചാൽ അവിടെ ഒരു സാമൂഹിക നീതി നടപ്പാകാൻ ബുദ്ധിമുട്ട് വരുമല്ലേ? അതെ. മാത്രമല്ല ഈ 30 മാർക്ക് എന്നുള്ളതും അത്ര നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംഗതിയെ വീണ്ടും നമ്മൾ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ഈ 10-30 വർഷമായിട്ട് എടുത്ത കാര്യങ്ങൾ തെറ്റാണെന്ന് കൂടെ നമ്മൾ അംഗീകരിക്കുകയാണ്. അപ്പോൾ അത് അല്ല. യഥാർത്ഥത്തിൽ ഓരോ കുട്ടി ഓരോ വ്യക്തിയാണ് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു ചെറിയ സമയത്ത് നൽകുന്ന ഒരു പരീക്ഷയിൽ കിട്ടുന്ന മാർക്കിനെ വെച്ചുകൊണ്ട് ആ കുട്ടിയെ ആകെ മൊത്തം നമ്മൾ അളക്കുകയും അത് വെച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു വാതായനമായിട്ട് ഈ മാർക്കിനെ നമ്മൾ കാണുകയും ചെയ്യുമ്പോൾ അത് ലഭിക്കാതെ വരുന്ന കുട്ടികളോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണത്. അത് 2005 മുതലാണ്. കാര്യം DPP സംവിധാനങ്ങളൊക്കെ 97-ൽ ആരംഭിച്ചെങ്കിൽ പോലും, SSA 2001-ൽ ആരംഭിച്ചെങ്കിൽ പോലും ഗ്രേഡിംഗ് സമ്പ്രദായം കേരളത്തിൽ 2005-ലാണ് നടപ്പാക്കി തുടങ്ങിയത്. ഈ ഗ്രേഡിംഗ് സമ്പ്രദായം വരുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. കാരണം മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ന്യായാന്യായങ്ങൾ, അതിൻ്റെ പേരിലുള്ള വാഴ്ത്തലുകൾ, ഇകഴ്ത്തലുകൾ ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു നീതി ഉറപ്പാക്കുന്ന, ലിംഗനീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം ഉറപ്പാക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇപ്പം സാറ് സൂചിപ്പിച്ചത് അടുത്ത വർഷം ഇങ്ങനെ മാർക്ക് ദാനമോ അല്ലെങ്കിൽ മാർക്കിൻ്റെ ഒരു മിനിമം മാർക്ക് നിശ്ചയിക്കലോ ഒക്കെ വരുമ്പോൾ സത്യത്തിൽ അത് അട്ടിമറിക്കപ്പെടും അല്ലേ? അതെ, അത് ശരിയാണ്. അടിസ്ഥാനപരമായിട്ട് നമ്മളൊരു തെറ്റാണ് ചെയ്യുന്നത്. നമ്മൾ
ഒരു കുട്ടിയെ നമ്മൾ അളക്കുന്നത് ശരിക്കും ഏതെങ്കിലും ഒരു ചെറിയ സമയം നിശ്ചിത സമയത്തിനുള്ളിൽ അളക്കാൻ കഴിയുന്നില്ല. കുട്ടിയെ അളക്കുക എന്നുള്ളത് ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ നിരന്തര മൂല്യനിർണ്ണയം തന്നെയാണ്. ആ ഒരു ശാസ്ത്രീയമായ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ നിലവിലുള്ള പാഠ്യ പദ്ധതിയിൽ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് നിരന്തര മൂല്യനിർണ്ണയമാണ്. പക്ഷേ അത് സമൂഹത്തിലേക്ക് വളരെ കൃത്യമായിട്ട് കൺവേ ചെയ്യാനും അതിൻ്റെ പ്രായോഗികമായ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ടേം ഇവാലുവേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കുട്ടിയെ നമ്മൾ ശരിയായി വിലയിരുത്തുന്നതിന് അവനോടൊപ്പം തന്നെ അവൻ്റെ പഠന പ്രവർത്തനോടൊപ്പം തന്നെയുള്ള വിലയിരുത്തലാണ്. അതാണ് നിരന്തര മൂല്യനിർണ്ണയം. അതിലൂടെയാണ് ശരിയായ രീതിയിൽ കുട്ടിയെ അളക്കാൻ കഴിയുക. അപ്പോൾ അതിൽ നിന്നും മാറിക്കൊണ്ട് നമ്മൾ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഒരു മാർക്ക് വെച്ചുകൊണ്ട് അളക്കുക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നീതിപൂർവമല്ല എന്നുള്ളത് ഒരു ശാസ്ത്രീയമായ കാഴ്ചപ്പാടാണ്. പുതിയ പാഠ്യപദ്ധതി മുന്നോട്ട് വെച്ച വളരെ വിപ്ലവകരമായൊരു തീരുമാനം, രചനാത്മകമായ തീരുമാനമായിരുന്നു സത്യത്തിൽ മൂല്യനിർണ്ണയത്തിൽ വരുത്തിയ ഈ പരിഷ്കരണം. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് നമ്മളതിനെ വിളിച്ചു. അപ്പോൾ നിരന്തരമായ ഒരു മൂല്യനിർണ്ണയം, അത് ക്ലാസ്സിൽ എത്ര കണ്ട് വിജയിച്ചു, അത് യാന്ത്രികമായി. ഇപ്പോൾ സാറ് ശ്രദ്ധിക്കുക, കഴിഞ്ഞ 22-ാം തീയതി, മെയ് മാസം 22-ാം തീയതി ദേശാഭിമാനി വാരികയിൽ വിദ്യാഭ്യാസ മന്ത്രി എഴുതിയ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിനകത്ത് ആണ് ഇതിൻ്റെ സൂചന ആദ്യം വരുന്നത്. അതായത് ഒരു പക്ഷേ നമുക്ക് ഈ വിദ്യാഭ്യാസ രീതിയിൽ ചെറിയ പരിഷ്കാരങ്ങൾ വേണ്ടി വരുമെന്നുള്ളത്. അതിൻ്റെ കാരണം അദ്ദേഹം അതിനകത്ത് സൂചിപ്പിക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്ന്, നിരന്തര മൂല്യനിർണ്ണയം വേണ്ടത്ര സജ്ജമാക്കിയോ അല്ലെങ്കിൽ വേണ്ടത്ര തയ്യാറാക്കിയോ വേണ്ടത്ര കരുതലയോടെ നമുക്ക് നടപ്പാൻ കഴിഞ്ഞിട്ടില്ല. അതിന് യാന്ത്രിക സ്വഭാവം വന്നു. അപ്പോൾ ആ യാന്ത്രിക സ്വഭാവം മൂല്യനിർണ്ണയത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് ചില കാര്യങ്ങളെ മാറ്റി ചിന്തിക്കേണ്ടി വരും. ജീവിതത്തിലെ വിജയമാണ്, അല്ലാതെ ക്ലാസ്സിലെ വിജയമല്ല പ്രധാനമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ക്ലാസ്സിൽ കുട്ടികൾ തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ്. അതെ, അല്ലേ, എങ്ങനെ പറഞ്ഞാലും നമ്മൾ ഈ പോയ വഴി അടിക്കുക എന്നുള്ളതൊരു ശരിയായ സമീപനമാണെന്ന് തോന്നുന്നില്ല. നമ്മൾ നടത്തിയ നിരന്തര മൂല്യനിർണ്ണയത്തിലെ പാകപ്പിഴകൾ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിൽ പ്രയാസമുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുമ്പോൾ നമ്മൾ ഏത് വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് പാഠ്യപരിഷ്കരണത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് അത് നമ്മൾ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ അടിസ്ഥാന കാര്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. അതൊരു ശാസ്ത്രീയമായ സമീപനം അല്ല എന്നുള്ളതാണ് പരിഷത്തിൻ്റെ നിലപാട്. അതാണ് സാറേ. ഈ മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ 10 വിഷയങ്ങളാണ് SSLCക്ക് പരീക്ഷ എഴുതാനിടുന്നത്. 10ലും കുട്ടികൾ വിജയിക്കണം, ഇല്ലേ? 10ലും കുട്ടികൾ വിജയിച്ചു പോവുകയാണ്. ഇപ്പം നമുക്ക് നേരത്തെയൊക്കെ ആണെങ്കിൽ, ഇപ്പോഴും നമുക്കറിയാം D+ ആണ് കുട്ടിയുടെ വിജയിക്കാനുള്ള മാർക്ക് എന്ന് പറയുന്നത്. D+ കൂടി കുട്ടികൾ വിജയിക്കുകയാണ്. മിനിമം D+ എങ്കിലും നേടുന്ന കുട്ടികൾക്ക് SSLC പരീക്ഷ പാസ്സാകാൻ കഴിയും എന്നാണ്. ഇപ്പോൾ ICSE എടുക്കുക, വലിയ സിലബസ് ആണല്ലോ, വലിയ ഉയർന്ന പാഠ്യപദ്ധതിയെ സമൂഹത്തിന് സമ്മാനിക്കുന്ന വിഭാഗമാണ് ICSE എന്ന് പറയുന്നത്. ICSEക്കാർക്ക് 6 വിഷയമേ ഉള്ളൂ. 6 വിഷയത്തിൽ ഒരു വിഷയം കുട്ടിക്ക് വിഷമമായ, ഇപ്പോൾ ഉദാഹരണത്തിന് ഗണിതം വിഷമമാണെങ്കിൽ 5 വിഷയത്തിന്റെ പരിഗണിച്ച് അവനെ കയറ്റിവിടുകയാണ്. സൗജന്യങ്ങളുണ്ട്. CBSEയിലാണെങ്കിൽ അവൻ്റെ സ്കില്ല് പരിഗണിച്ചിട്ട് ചില വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഗണിതം, ശാസ്ത്രം, അതുപോലുള്ള വിഷയങ്ങളെ, സാമൂഹ്യശാസ്ത്രം, ഈ 3 വിഷയങ്ങളിൽ ഒന്നിനെ വേണമെങ്കിൽ തള്ളിയിട്ട് കയറിപ്പോ. അതെ, ഇല്ലേ? അവന് പിന്നെ കൂടുതൽ താല്പര്യമുള്ള ഒരു വിഷയത്തിന്റെ മാർക്ക് അതിനകത്ത് ആഡ് ചെയ്യുക, അങ്ങനെയെല്ലാം സൗജന്യങ്ങൾ അവിടെയുണ്ട്. അപ്പൊ ഇവിടെ സൗജന്യങ്ങളില്ല. ഇവിടെ 10 വിഷയമുണ്ട്, ഇവിടെ സൗജന്യം ഇല്ല. എന്നിട്ട് കുട്ടിയെ തോൽപ്പിക്കുക. അപ്പം അതായത് നമ്മുടെ കേരള സിലബസിൽ എഴുതുന്ന കുട്ടികൾക്ക് യാതൊരു സൗജന്യം പാടില്ലെന്നും അവിടെ കൊടുക്കുന്ന ഇത്തരം മാർക്കുകൾ 30 മാർക്ക് അത് വളരെ മോശമാണ്, അതൊരു വെറുതെ കൊടുക്കുന്നതാണ് എന്നുള്ള ഒരു ചർച്ചയും ഒരു പൊതു നിലപാടിങ്ങനെ വ്യാപിപ്പിക്കുകയാണ്. അതേസമയം ഈ രണ്ട് ബോർഡുകൾ നടത്തുന്ന പരീക്ഷകളിൽ കുട്ടികൾ അല്ലെങ്കിൽ അവർ നൽകുന്ന സമീപനം കുട്ടിയോടൊപ്പം നിൽക്കുന്ന സമീപനമാണ്. ഇവിടെ മറ്റു സമൂഹം ഇതിനെതിരെ പറയുന്നവർ കുട്ടിക്കെതിരെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. കുട്ടിയെ എങ്ങനെ തോൽപ്പിക്കാമെന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് നമ്മുടെ സിലബസിലുള്ള ഇത്തരം കാര്യങ്ങൾ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പോകും. കാരണം കുട്ടി 10 വിഷയത്തിൽ 10ലും ജയിക്കണമെന്നും ആണ് ഇവിടെയുള്ളത്. പക്ഷെ അവിടെ 10 വിഷയമില്ലെന്ന് മാത്രമല്ല, അതിലെ ഏതെങ്കിലും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും മികച്ച മാർക്ക് ഏതാണോ അതാണ് അവരെടുക്കുന്നത്. അത് കുട്ടിയെ സംബന്ധിച്ചുള്ള അത് വളരെ മികച്ച ഒരു കാര്യമാണ്. ഇത്തരം ഗുരുതരമായ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ കേരളത്തിൽ അരങ്ങേറുകയാണ്.
കേരളം എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണെന്നും മാതൃകയാണെന്നൊക്കെ നമ്മൾ കൊട്ടിഘോഷിക്കുന്നുമുണ്ട്. അത് കുറേയൊക്കെ ശരിയുമാണ്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിനെ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? അല്ല, ഇത് മുഖ്യധാരാ മാധ്യമങ്ങൾ പറഞ്ഞും പറയാതെയൊക്കെ ഈ ഒരു ട്രെൻഡ് സമൂഹത്തിൽ വരുത്തിയിട്ടുണ്ട്. എന്തോ മികച്ചതാണ് CBSEയും ICSE എന്നും അതല്ലാത്തത് കേരള സിലബസിൽ അത്രയും പോരാ, അത് കുറച്ചുകൂടെ താഴ്ന്നു നിൽക്കുന്നതാണ് ഒരു പൊതുബോധം ഇവിടെ ഉണ്ടാക്കാൻ ഇവിടുത്തെ പൊതുമാധ്യമങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അത് റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു അതെ അതെ. സാറേ. ഈ റിസൾട്ട് വരുന്ന ദിവസം ഇപ്പോൾ നമ്മുടെ പൊതുമേഖലാ വിദ്യാലയത്തിലെ കുട്ടികളുടെ റിസൾട്ട് വരുന്നതും അതുപോലെ അൺഎയ്ഡഡ് സ്കൂളിലെ കുട്ടികളുടെ റിസൾട്ട് വരുന്നതും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അത് നമുക്ക് ഈ മാധ്യമങ്ങൾ കാണാം. സാറ് ഈ സൂചിപ്പിച്ച വ്യത്യാസം. അതെ, അത് പിന്നെ പറഞ്ഞില്ലേ, ഒരു ധാരണ ഇവിടെ നിലനിൽക്കുന്നുണ്ട് നേരത്തെ മുതൽ. അതുകൊണ്ടാണല്ലോ അങ്ങോട്ടേക്ക് ഒരു കാലഘട്ടത്തിൽ ഒഴുക്ക് വന്നത്. ആ ഒഴുക്ക് വരാൻ കാരണം ഇത് വിദ്യാഭ്യാസത്തിൻ്റെ മാത്രം പിന്നെ എന്തെങ്കിലും മികവ് കൊണ്ടോ അല്ലെങ്കിൽ അത് മാത്രമല്ല, അവിടേക്ക് പോകുന്നത് ആരാണെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രണ്ട് ബോർഡിൽ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിലേക്ക് ഏത് കുട്ടികളാണ് പോണത് എന്നും അവർ സമൂഹത്തിൽ എങ്ങനെയുള്ളവരാണ് എന്നുള്ളതും ഒരു സാമൂഹ്യപരമായ കാര്യമാണ്. അതും കൂടെ വെച്ചുകൊണ്ടാണ് ഈ ഒരു സാധനത്തെയും കൂടെ അളക്കുന്നത്. അല്ലാതെ അവിടെ നടക്കുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, അതിൻ്റെ ഒരു മെറിറ്റ് വെച്ചുകൊണ്ടേ അല്ല. അതൊരു ഘടകമാണ്, വേണേ ആകാം. പക്ഷെ അതിനേക്കാൾ ഉപരി അത് ഏത് സമൂഹത്തിൻ്റെ സ്ഥാപനമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ഒഴുക്കിൻ്റെ കാര്യം സാർ പറഞ്ഞു. ഒരു കാലത്ത് അങ്ങോട്ട് കുട്ടികൾ വല്ലാതെ ഒഴുകുകയും ആ ഒഴുക്കിനെ തടയിടാൻ വേണ്ടി, പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതിയൊക്കെ ആരംഭിച്ചത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പാഠ്യപദ്ധതിയിലുള്ള പരിഷ്കരണം, സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പരിഷ്കരണം, സ്കൂളാകെ സ്മാർട്ടായി മാറി, ആ കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, സാറ് ശ്രദ്ധിച്ചു കാണും, ഈ കഴിഞ്ഞ SSLC പരീക്ഷ എഴുതിയ കുട്ടികളിൽ പകുതിയോളം ഇംഗ്ലീഷ് മീഡിയത്തിലാണ് എഴുതിയത്. പൊതുമേഖലയിൽ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളുടെ എണ്ണം വർദ്ധിക്കുന്നു, കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു. അപ്പോൾ അത് ശരിയായ ഒരു ട്രെൻഡാണ് എന്ന് സാറിന് തോന്നുന്നുണ്ടോ? അല്ല, അത് പറഞ്ഞല്ലേ, ഇപ്പം പൊതുസമൂഹത്തിന് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യണമെന്നും ഇംഗ്ലീഷ് മീഡിയത്തിൽ നമ്മുടെ കുട്ടി പഠിക്കണമെന്നുള്ള ഒരു തോന്നൽ കുറേ നാളുകളായിട്ടുണ്ട്. അത് കുറേയൊക്കെ ശരിയാണ് താനും. അതിന് ഇംഗ്ലീഷ് മീഡിയമാണ് വേണ്ടത് എന്നുള്ള ധാരണയാണ് എല്ലാവർക്കും ഉള്ളത്. ആ ധാരണയെ നമുക്ക് പൊളിച്ചെടുക്കാൻ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളതൊരു സത്യമായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്, അല്ല എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പക്ഷേ അതേസമയം ഒരു സമൂഹം മൊത്തം ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയുള്ളവർക്കും നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതിനെ ആശ്രയിക്കേണ്ടി വരും. അതിനെ നമ്മൾ തള്ളിക്കളയാൻ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അവിടെ കുട്ടികൾ ഉണ്ടെങ്കിലല്ലേ സ്കൂളുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ഇത്തരം ചില കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട്. അത് അടിസ്ഥാനപരമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് ശരിയായ രീതിയിൽ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകേണ്ട കാര്യമൊന്നുമില്ല ഒരു കുട്ടിയും. കാരണം വളരെ പ്രഗത്ഭരായിട്ടുള്ള പലരും മലയാളം മീഡിയത്തിൽ പഠിച്ച് വളരെ മികവുള്ള സ്ഥാനത്തിരിക്കുന്ന എത്രയോ പേരുണ്ട്. മാത്രമല്ല, മലയാളം മീഡിയത്തിലുള്ള ഗവൺമെൻറ് സ്കൂൾ പലതും വളരെ വളരെ മികവാർന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വളരെ ഒരു കുട്ടിക്ക് വളരെ ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ ഇംഗ്ലീഷിലൂടെ സംസാരിക്കാനും എഴുതാനും കഴിയുന്ന കുട്ടികൾ ധാരാളമുണ്ട്. അതിന് നമുക്ക് എത്രയോ തെളിവുകളുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ ഇംഗ്ലീഷ് എങ്ങനെയാണ് ക്ലാസ്സിൽ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ വീഴ്ചകളുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന് പറ്റിയ മരുന്ന് എന്താണെന്ന് കൊടുക്കുകയാണ് ഈ പ്രശ്നത്തിന് അടിസ്ഥാനപരമായ കാര്യം. പക്ഷേ അത് ചെയ്യാത്തോളം കാലം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇംഗ്ലീഷ് മീഡിയം ചെയ്തേ വെക്കൂ. കാരണം അത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതിന് നമ്മൾ സ്കൂളിനെയോ അല്ല അധ്യാപകരെയോ ഇപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു അടിസ്ഥാനപരമായിട്ട് നിലനിൽപ്പ് കാര്യമാണ്. അത് സർക്കാരിനെയോ സ്കൂളിനെയോ അല്ലെങ്കിൽ അധ്യാപകരെയോ കുറ്റം പറയുക അല്ല നമ്മുടെ ലക്ഷ്യം. ഇവിടെ വരാൻ പോകുന്ന ഇപ്പോൾ വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു വലിയ വിപത്തുണ്ട്. അതായത് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ 2 മലയാളം മീഡിയം ക്ലാസ്സുകൾ പ്ലസ് ഒരു ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ആനുപാതികമായി കുട്ടികളുടെ എണ്ണം 2 മലയാളം ക്ലാസ് തുടങ്ങിയിട്ട് കൂടുതൽ ഉണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് കൊടുക്കാമായിരുന്നു. അത് ന്യായമായൊരു തീരുമാനവും അത് നടപ്പാക്കലുമായിരുന്നു. അത് വന്ന് ഇപ്പോൾ ഒരു ക്ലാസ് ഉള്ളെങ്കിൽ പോലും അത് ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കാമെന്നും ആ ഒരു ക്ലാസ്സിനകത്ത് 2 or 3 കുട്ടികളാണ് മലയാളം മീഡിയം ഉള്ളതെങ്കിൽ ആ മലയാളം മീഡിയത്തിൽ അവരിരുന്ന് പഠിക്കട്ടെ എന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു സാർ. അത് ഒരു പക്ഷേ ഈ ഇംഗ്ലീഷ് താൽക്കാലികമായി
പൈസ മുടക്കാതെ സൗജന്യമായി ഇംഗ്ലീഷ് പഠിക്കാം എന്ന് വിചാരിക്കുന്ന ഇതേ രക്ഷിതാക്കളുടെ ഈ വിഭാഗം തന്നെ ഇത്തിരി കഴിയുമ്പോൾ കൂടുതൽ നല്ല ഇംഗ്ലീഷ് അവർ കാംക്ഷിച്ച് കുട്ടികളെ കൊണ്ടുപോകാനുള്ള സാധ്യത കാണുന്നില്ലേ സാറ്? അല്ല, നിലവിൽ പൊതുമേഖലയിലുള്ള ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് മറ്റു സ്ഥാപനങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നില്ല. ഈ 2-3 വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CBSE ന്നും ICSE നിന്നൊക്കെ ധാരാളം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇംഗ്ലീഷിൻ്റെ നിലവാരത്തിലെ പോരായ്മ കൊണ്ട് കുട്ടികൾ മറ്റു ബോർഡിലേക്ക് പോകുമെന്ന് എനിക്ക് ഇപ്പം പ്രതീക്ഷയില്ല. കാരണം അത് അവരവിടെ വന്നത് പൊതുവിദ്യാലയത്തിൽ പഠിക്കാനുള്ള താല്പര്യം കൊണ്ട് തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു സംവിധാനം ഇങ്ങനെ നിലനിൽക്കുന്നത് ഒരു ശരിയായ ഒരു രീതിയല്ല, നമുക്ക് അംഗീകരിക്കേണ്ടി വരും. കാരണം അതിന് ശരിയായ എങ്ങനെയാണ് കുട്ടിയെ ഇംഗ്ലീഷിൽ പ്രാഗൽഭ്യമുള്ളവരാക്കേണ്ടത്, അതിന് പറ്റിയ സാഹചര്യം നമ്മുടെ ക്ലാസ് റൂമിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ എന്താണെന്ന് കണ്ടെത്തി അതിന് കൃത്യമായ ഒരു പരിഷ്കരണം ആ മേഖലയിൽ വരുത്തുകയാണ് വേണ്ടതെന്നാണ്. തീർച്ചയായിട്ടും ആ പോരായ്മയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മകളിലൊന്ന്, ഒരു ക്ലാസ്സിൽ തന്നെ 2 മീഡിയവും ആ 2 മീഡിയത്തിൽ 2 തരം പുസ്തകങ്ങളും പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിനൊന്നും ഒരു ഗവൺമെൻറ് ഓർഡറും ഇല്ല. സാർ വിചാരിക്കണം, അങ്ങനെ ഒരു ഗവൺമെൻറ് നിയമമില്ല. ആ നിയമം ഇല്ലാത്തപ്പോൾ നമ്മൾ ചില കോംപ്രമൈസിന് തയ്യാറാവുകയാണ്. രക്ഷിതാക്കളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ഒരു വല്ലാത്ത ഒരു കപട സമൂഹമുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട് ലാംഗ്വേജിനെ സംബന്ധിച്ചും അവരുടെ ചിന്തകളെ സംബന്ധിച്ചും സ്റ്റാറ്റസ് കോയൊക്കെ സംബന്ധിച്ച്. അത്തരം കാര്യങ്ങളിൽ നിന്നാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിപ്പിച്ചു പോയാൽ ഇപ്പോൾ SCERT ഇറക്കുന്ന പുസ്തകങ്ങൾ സാറിനറിയാം, എത്രയോ കൊട്ടിഘോഷിച്ച് നമ്മൾ എത്രയോ ചർച്ച ചെയ്താണ് പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാകുന്നത്. ഈ ടെക്സ്റ്റ് ബുക്കുകളല്ല കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മുടെ പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നത് നമ്മുടെ മലയാളം പുസ്തകത്തിൻ്റെ അതേ വേർഷൻ ഇംഗ്ലീഷ് വേർഷൻ തന്നെയല്ലേ? അത് എത്രമാത്രം ഫലപ്രദമാണ് സാറൊന്ന് ആലോചിച്ച് നോക്കൂ. അത് മലയാളം പുസ്തകത്തിന്റെ അല്ലെങ്കിൽ മലയാളത്തിന്റെ അതേ വേർഷൻ എടുത്തു വെച്ച് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, 2 തരം പുസ്തകങ്ങളുണ്ട് ഇപ്പോൾ. അതാണ് ഏറ്റവും കഷ്ടം. പല സ്കൂളുകാരും അത് കൃത്യമായ നിയമമായിട്ട് നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സമീപ ഭാവിയിൽ നമുക്ക് ഇംഗ്ലീഷിനോടുള്ള വല്ലാത്തൊരു താല്പര്യം, നമ്മൾ സ്വപ്നം കാണുന്ന ഭാഷയാണ്, നമ്മൾ ചിന്തിക്കുന്ന ഭാഷയാണ് മാതൃഭാഷ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയും ഒപ്പം ഇതിന് ഇംഗ്ലീഷിനോട് ഇംഗ്ലീഷ് പഠിക്കണം കുട്ടി, അതൊരു സത്യത്തിൽ വലിയൊരു സംഭവം തന്നെയാണ്, വലിയൊരു ലാംഗ്വേജാണ്, ഇൻ്റർനാഷണൽ ലാംഗ്വേജാണ്, അത് പഠിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതൊക്കെ സമൂഹത്തെ ബോധ്യപ്പെട്ടതിന് പകരം ഇതിങ്ങനെ പോയാൽ ഒരുപക്ഷെ പൊതുവിദ്യാലയങ്ങളിലെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നിലവാരം പോരാ എന്ന് സമൂഹം ചിന്തിച്ച് തുടങ്ങില്ലേ എന്നാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. അല്ല, അത് തീർച്ചയായിട്ടും അങ്ങനെ വരും. കാരണം സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രീതിയിലും അറിവ് സ്വായത്തമാക്കാനുള്ള സംവിധാനങ്ങൾ കൂടി വരുമ്പോൾ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് വെളിയിലേക്ക് വരും. അപ്പോൾ അത് ഭാവിയിൽ അങ്ങനെ ചിന്തിക്കും. തീർച്ചയായിട്ടും എൻ്റെ കുട്ടി അത്രമാത്രം മികവുണ്ട് എന്ന് ഓരോ രക്ഷിതാവും ചിന്തിക്കും. അപ്പോൾ അത് ഏതെങ്കിലും കാര്യത്തിൽ പോരായ്മയുണ്ടെങ്കിൽ അവരത് പറയേണ്ടി വരും. ഇപ്പോൾ -2 തൊട്ട് +2 വരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ സാറ് 10-30 വർഷത്തിലധികം സർക്കാർ സ്കൂൾ അധ്യാപകരായിരുന്നു. അതിപ്പോൾ സാറിൻ്റെ ഒരു അനുഭവം വെച്ച് കുട്ടികൾക്ക് വേണ്ടത്ര ഇംഗ്ലീഷ് വിജ്ഞാനത്തിനുള്ള അനുഭവങ്ങൾ ക്ലാസ് മുറികളിൽ ഒരുക്കപ്പെടാൻ കഴിയും ഈ അധ്യാപകർക്കെന്ന് തോന്നുന്നുണ്ട്? ഇല്ല, ഇപ്പോഴത്തെ നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ പറയുക. കാരണം അത് ഇംഗ്ലീഷിനായിട്ട് തന്നെ അധ്യാപകരെ നമ്മൾ ട്രെയിൻ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലല്ലോ. ആർക്ക് വേണേലും ഇംഗ്ലീഷ് പഠിപ്പിക്കാവുന്ന രീതിയിൽ. അപ്പോൾ അതല്ല, എങ്ങനെയാണ് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഗൈഡ് ലൈൻ ഉണ്ടാകണം. അതനുസരിച്ച് ക്ലാസ് റൂമിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ കഴിയാത്തിടത്തോളം കാലം ഈ ഒരു പ്രശ്നം നിലനിൽക്കും. ഇപ്പോൾ ഡോക്ടർ ആനന്ദിൻ്റെ കീഴിൽ വൈഗോട്സ്കിയെ കൂട്ടുപിടിച്ച് നോം ചോംസ്കിയെ കൂട്ടുപിടിച്ച് ഒക്കെ വലിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഷാ സൈദ്ധാന്തിക തലത്തിൻ്റെ ചുവട് പിടിച്ച് വലിയ കുട്ടിഘോഷിച്ച് നമ്മൾ ഇംഗ്ലീഷ് പദ്ധതികൾ നടപ്പാക്കി. അതിന് പല പല പേരുകളായിരുന്നു. അതെന്തെങ്കിലും വിജയം കണ്ടുവെന്ന് സാറിന് തോന്നുന്നുണ്ട്? അല്ല, അത് ഏത് കാര്യം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും അതൊന്നും പൂർണ്ണമായും എല്ലാം വിജയം ആവും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അത് പരാജയമാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം അത് പല രീതിയിലും അത് എങ്ങനെയൊക്കെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും അത് ചെയ്യുന്ന ആൾക്കാരുടെ കാലിബറും ഒക്കെ വെച്ചുകൊണ്ടാണ് അതിൻ്റെ വിജയത്തെ നമ്മൾ അളക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് വിജയമാണെന്ന് വെച്ചാൽ സമ്പൂർണ്ണമായ വിജയം ആണെന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല, അത് പൂർണ്ണമായിട്ട് എല്ലാ തലത്തിലേക്കും അത് നടപ്പിലാക്കാനും കഴിഞ്ഞെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ സമ്പൂർണ്ണ നമ്മളാണ് ഇപ്പോൾ ഈ നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എവിടെയോ
പരാജയപ്പെടുന്നുണ്ട് എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ പാഠ്യപദ്ധതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം വരുന്നത്. യോഗത്തിലുള്ള തീരുമാനമാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും മന്ത്രിയുടെ ലേഖനത്തിലെ തീരുമാനങ്ങൾ. അപ്പോൾ അത് കണ്ടിട്ടാവാം പരിഷത്ത് ശക്തമായ ഒരു നിലപാട് താക്കീത് രൂപയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രസിഡന്റ് മീര ഫായിയും ഒപ്പം തന്നെ സെക്രട്ടറി PV ദിവാകരനും ഒക്കെ കൂടി ചേർന്ന ഒരു കുറിപ്പാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് ആധാരമായി സ്വീകരിച്ചത്. അതിൽ പങ്കുവയ്ക്കുന്ന ഉത്കണ്ഠ ഈ സമൂഹത്തിൻ്റെ ഉത്കണ്ഠയാണ്. വളരെ ശക്തമായ കാര്യമാണ് അതിനകത്ത് പരിഷത്ത് പറയുന്നത്. പരിഷത്ത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ? അതെ, പരിഷത്ത് ഉറച്ച് നിൽക്കാതിരിക്കാൻ കാര്യമില്ലല്ലോ. കാരണം ആ നിലപാടിലേക്ക് വന്നത് ഒരു ശാസ്ത്രീയമായ വീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തോന്നിയതല്ല. അത് നമ്മൾ പണ്ടേ എടുത്ത ഒരു നിലപാടാണ്. ആ നിലപാടിൻ്റെ തുടർച്ചയായിട്ടാണ് അത്തരം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളതും. അതുകൊണ്ട് അതിൽ നിന്ന് മാറേണ്ട കാര്യമില്ല. കാരണം അതിനകത്ത് ഈ നിലവിൽ ഇപ്പോഴത്തെ ഇതുവരെയുള്ള നമ്മുടെ വിദ്യാഭ്യാസപരമായ വീക്ഷണം വെച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണത്. അത് ഇനി നിലപാട് മാറ്റേണ്ട സമയമുണ്ടെങ്കിൽ അത് മാറ്റിയാൽ മതി. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് മാറ്റേണ്ടതില്ല. പരിഷത്ത് എപ്പോഴും ഒരു ഇടതുപക്ഷ സഹയാത്രിക സംഘടനയാണ് എന്നാണ് സമൂഹത്തിൻ്റെ ഒരു ധാരണ. എന്നാൽ സർക്കാരിനെ വിമർശിക്കേണ്ട ഒട്ടേറെ ഉദാഹരണങ്ങൾ അതിനുണ്ട്. ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. ആ ഉദാഹരണങ്ങൾ സർക്കാരിനെ വിമർശിക്കുന്ന സമയങ്ങളിൽ അവർ ഭരണമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ വിമർശിക്കേണ്ട സമയങ്ങളിൽ വിമർശിച്ചിട്ടുണ്ട്. അത് പരിസ്ഥിതിയുടെ കാര്യത്തിലായാലും പാഠ്യപദ്ധതിയുടെ കാര്യത്തിലായാലും ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ വിമർശിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഇതൊരു സർക്കാർ വിമർശനമായി ഭവിച്ചാൽ ഒരുപക്ഷെ പരിഷത്തിൻ്റെ നിലപാടിൽ മാറ്റം വരുത്തേണ്ടി വരുമോ? ഇല്ല, അങ്ങനെ പരിഷത്ത് പറയുന്നത് പരിഷത്തിൻ്റെ ശാസ്ത്രീയ നിലപാടിൽ നിന്നുകൊണ്ടാണ്. അല്ല ഏതെങ്കിലും സർക്കാർ ആണോ എന്ന് നോക്കിയിട്ടല്ല. അങ്ങനെ സർക്കാരിനെ നോക്കി വിമർശിക്കുമ്പോൾ പിന്നെ പരിഷത്ത് അല്ലാതാകും. അതുകൊണ്ട് അത്തരം നിലപാടുകൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. അങ്ങനെ പറയാത്തിടത്തോളം കാലം പരിഷത്തിന് പിന്നെ നിലനിൽപ്പില്ല. പരിഷത്ത് രൂപീകരിക്കുമ്പോൾ ശാസ്ത്രം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള മിനിമം ഒരു കാര്യമായിരുന്നു. പക്ഷേ ഏതാനും വർഷങ്ങൾ കൊണ്ട് അതല്ല, അതിനേക്കാളും വളരെ വിപുലമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടാണ് ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് വന്നത്. ആ മുദ്രാവാക്യം സ്വീകരിച്ച അങ്ങനെയാണ്. അപ്പോൾ ആ മുദ്രാവാക്യം സ്വീകരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഇതുപോലെ ഇടപെടേണ്ടി വരും. അതിന് ഏതെങ്കിലും സർക്കാരിൻ്റെ ഏതെങ്കിലും പക്ഷം നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അതൊരു ശാസ്ത്രീയമായ നിലപാടുമല്ല. അപ്പോൾ കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ പദ്ധതിയിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രിയെ മറ്റാരെങ്കിലും നയിക്കുന്നു എന്നൊരു തോന്നൽ പരിഷത്തിനുണ്ടോ? ഇപ്പോൾ അത്തരം കാര്യങ്ങളിൽ പറയാൻ ഞാൻ ആളല്ല. അങ്ങനെ അതൊരു പൊതുവായിട്ടുള്ള പൗരൻ എന്നുള്ള ഇതിലുള്ള അഭിപ്രായം അല്ലാതെ എനിക്ക് വേറൊന്നും അതിനകത്ത് പറയാനില്ല. പരിഷത്തിൻ്റെ കാര്യത്തിൽ വിമർശനങ്ങളൊന്നുമില്ല. അല്ല, അങ്ങനെ ഒരു മന്ത്രി നിലപാടുകൾ എടുക്കുന്ന ഏതെങ്കിലും മന്ത്രിയുടെ സ്വകാര്യമായ ഒരു തീരുമാനം മാത്രമായിരിക്കില്ല. അത് മന്ത്രിയെ ഉപദേശിക്കാനായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുണ്ടാകും. ആ ആൾക്കാരുടെയും കൂടെയൊക്കെ ചർച്ചയുടെ ഭാഗമായിട്ടായിരിക്കും ഒരു നയ തീരുമാനത്തിലേക്ക് എത്തുക. അപ്പോൾ അത്തരം നയ തീരുമാനങ്ങൾ എടുക്കുന്നത് ഏതാണ്ട് എല്ലാം തന്നെ ശാസ്ത്രീയമായിരിക്കണം പരമാവധി. ഒപ്പം തന്നെ അത് സാമൂഹ്യ നീതിയോടൊപ്പം ഉള്ള കാര്യങ്ങളുമായിരിക്കണം. അതിന് വിഘാതമായിട്ട് വരുമ്പോൾ പലപ്പോഴും വിമർശനങ്ങൾ ഉണ്ടാകാം. ഈ സർക്കാരിൽ നല്ല സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന പ്രത്യേകിച്ച് പാഠ്യപദ്ധതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെയേറെ ദിശാബോധം നൽകാൻ കഴിയുന്ന ഒത്തിരി പേർ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലുണ്ട്. ഉദാഹരണത്തിന് TP കലാധരൻ സാറിനെ പോലുള്ളവർ വളരെ അനുഭവ പാരമ്പര്യമുള്ളവരാണ്. അവർക്ക് വലിയ വിഷൻ ഉള്ളവരാണ്. അവർ പോലും ഈ രംഗത്ത് സർക്കാരിനെ വിമർശിച്ച രംഗത്ത് അത് പരിഷത്തിൻ്റെ നിലപാട് കൊണ്ട് ഉള്ളതായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു സ്വാധീനം ഈ കാര്യത്തിൽ ചെലുത്താൻ കഴിയുമെന്ന് പരിഷത്ത് വിശ്വസിക്കുന്നുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെന്നില്ല. തീരുമാനത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട്, തീരുമാനങ്ങൾ മാറ്റാം. അങ്ങനെ മാറുമ്പോഴാണല്ലോ നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയുക. അതുകൊണ്ട് ഒരു തീരുമാനം എടുത്തത് ഏതെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിന് എന്താ പ്രയാസരിക്കുന്നത്? അതൊരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ലക്ഷണം കൂടിയാണ്. ഏത് കാര്യവും നമ്മൾ തീരുമാനിക്കുമ്പോൾ അതുവരെയുള്ള നിലപാടുകളിൽ നിന്നുകൊണ്ടാവും. ആ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പോരായ്മ തോന്നുമ്പോൾ അതിനെ നമുക്ക് തിരുത്താം. അങ്ങനെ തിരുത്തിയാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. തിരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിൻ്റെ തുടക്കമാണോ ഈ കുറിപ്പ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാകാം. ഒരു പ്രത്യേകിച്ചും പരിഷത്തിൻ്റെ നിലപാടുകൾ നമ്മുടെ കേരള സമൂഹത്തിലെ പല കാര്യങ്ങളിലും നിർണായകമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കാരണം അത് നേരിട്ടല്ലെങ്കിൽ പോലും അതൊരു സമൂഹത്തിൻ്റെ ചർച്ചയാവുകയും അത് സമൂഹത്തിൻ്റെ നിലപാടിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ സർക്കാരിനും അത്തരം നിലപാടുകളിലേക്ക് വരേണ്ടതുണ്ട്. അത് പരിഷത്ത് എടുത്താൽ മിക്കവാറും എല്ലാ മേഖലയിലെയും ആ സംഭാവനകളുണ്ട്. അതാണ് പരിഷത്തിൻ്റെ നിലനിൽപ്പിൻ്റെയും കാരണം അത് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു.
ഈ ഞാൻ ഇത് വിദ്യാഭ്യാസം വിട്ടിട്ട് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളോട് കൂടി സാറിനോട് ചോദിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ആ, ഇടുക്കിയുടെ ഭൂപ്രശ്നങ്ങൾ, നിർമ്മാണ നിരോധനം, റെഡ് സോൺ, ബഫർ സോൺ, ഈ തരം പ്രശ്നങ്ങളിലൊക്കെ പരിഷത്ത് കാര്യമായി ഇടപെടുന്നില്ല എന്നുണ്ടോ? അത് പരിഷത്തിന് ഇനിയും ഇടപെടുന്നില്ല എന്നല്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒക്കെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളൊക്കെ അവതരിപ്പിച്ചായിരുന്നു. പക്ഷേ പരിഷത്ത് ഒരു പ്രമേയം അവതരിപ്പിച്ചത് കൊണ്ട് അതൊരു സർക്കാരിന് എന്തെങ്കിലും പെട്ടെന്നൊരു മാറ്റം വരുത്താൻ കഴിയുമെന്ന് നമ്മൾ കരുതുന്നില്ല. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ട, എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതേസമയം നമ്മൾ പരിസ്ഥിതിയെയും കൂടി കാണേണ്ടതുണ്ട്. പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ കോവിഡ് കാലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യൻ ഉൾപ്പെടെയുള്ള സമസ്ത ജീവജാലങ്ങളും ആരോഗ്യത്തോടു കൂടി നിന്നാൽ മാത്രമേ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള ഏകാരോഗ്യം എന്ന ഒരു തത്വത്തിലേക്ക് ലോകം എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് മനുഷ്യന് മാത്രമായിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഇടുക്കിയിലുള്ള ജനങ്ങൾക്ക് മാത്രമായിട്ട് ഇവിടെ ജീവിക്കാമെന്ന് കരുതിയാൽ അത് മൗഢ്യമാണ്. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണോ വേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് എവിടെയൊക്കെയാണ് പാളിച്ചകൾ പറ്റി അത്തരം പാളിച്ചകൾ കണ്ടെത്തി അതിനുള്ള ഒരു മറുമരുന്ന് ഇവിടെ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം കൂടി വരുമ്പോൾ അതിനെക്കുറിച്ചൊരു പഠനം നടത്തണം. എന്തുകൊണ്ടാണ് മൃഗങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുന്നത് എന്നത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ പഠനത്തിന്റെ ഭാഗമായിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ. പഠനം കഴിഞ്ഞ് വരുമ്പോഴേക്കും കുറെ ആളുകൾ ജീവൻ നഷ്ടപ്പെടും. അല്ല, അതാ പറഞ്ഞ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു സമൂഹത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് നടത്താൻ പറ്റില്ല. അപ്പോൾ അതിന് എത്രയും വേഗം ചെയ്യാവുന്ന കാര്യങ്ങൾ അത്രയും വേഗം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ നടത്തിയ വനവൽക്കരണം, അതിൻ്റെ ഗുണദോഷങ്ങൾ എന്താ നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം നിലവിലുണ്ടായിട്ടുണ്ട്. യൂക്കാലി പോലുള്ള വിദേശ മരങ്ങൾ വെച്ചതുകൊണ്ട് അവിടെയുള്ള സാധാരണ ഉണ്ടായിരുന്ന സസ്യജാലങ്ങൾ നശിക്കുകയും വെള്ളച്ചാലുകൾ വറ്റുകയും അവിടെ ഉണ്ടായിരുന്ന ജീവജാലങ്ങൾക്ക് ഭക്ഷണമില്ലാണ്ടാവുകയും ചെയ്യുമ്പോൾ ചിലപ്പം പുറത്തോട്ടിറങ്ങിയെന്ന് വരാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ശരിയായൊരു പഠനം നടത്തേണ്ടതുണ്ട്. ആ പഠനങ്ങൾ നടത്തുകയും അതിന് വേണ്ടതായ മാറ്റങ്ങൾ ശാസ്ത്രീയമായി കണ്ടെത്തുകയും വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്താലേ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ. സാർ സൂചിപ്പിച്ചു വരുന്നു, ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ രണ്ടാം തരംഗവും മൂന്നാം തരംഗവും ഒക്കെ വന്ന സമയത്ത് നമ്മളൊരു ധാരണയിലെത്തി, ഇനി കോവിഡിനോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്ന ധാരണയായിരുന്നു അത്. ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് വസ്തുതയുണ്ട്. വന്യമൃഗങ്ങളോടൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കും ജീവിക്കണം, മനുഷ്യർക്കും ജീവിക്കണം, ആ തരത്തിലേക്ക് ജീവിക്കുക എന്ന് പറയുന്ന ഒരു കോംപ്രമൈസ് അതിലേക്ക് എത്തും എന്നാണ് വിചാരിക്കുന്നത്. അല്ല, ഒരു കോവിഡിനോടൊപ്പം ജീവിക്കുക എന്നുള്ളതല്ല. കാലം കഴിയും തോറും കോവിഡിൻ്റെ ശക്തി കുറഞ്ഞു വന്നു. അതിൻ്റെ വൈറസിന് മ്യൂട്ടേഷൻ വന്നുകൊണ്ട് അതിൻ്റെ രീതി മാറി, അതിൻ്റെ ശക്തി കുറയുകയും പക്ഷെ പകരാനുള്ള സാധ്യത കൂടുകയും ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ കാലം കഴിയുന്നതോറും മാറിക്കൊണ്ടിരിക്കും. വളരെ വേഗത്തിൽ മ്യൂട്ടേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊരു കാര്യമാണ്. പക്ഷേ മൃഗങ്ങളോടൊപ്പം ജീവിക്കുക എന്നുള്ളതല്ല പറഞ്ഞത്. മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് അവരോടൊപ്പം ജീവിക്കുക എന്നുള്ളത് അത് സംഭവിക്കത്തില്ല. കാരണം അത് കാട്ടുമൃഗം എപ്പോഴും കാട്ടുമൃഗമാണ്. അത് വന്യജീവി തന്നെയാണ്. അതുകൊണ്ട് അത് വനത്തിൽ തന്നെ കഴിയണം. പക്ഷേ അവയ്ക്കുള്ള ഒരു ഇടം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെയുള്ള മരങ്ങളും അല്ല ജീവജാലങ്ങളെയും മൊത്തം ഇല്ലാണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അതിൻ്റെ ഫലം വളരെ 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 മാരകമായിരിക്കും. അത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ എണ്ണം വല്ലാതെ പെരുകിയിട്ടുണ്ട്. അല്ല, അത് നിയന്ത്രിക്കണം. കാട്ടിൽ പോലും പറഞ്ഞിട്ടില്ല, എണ്ണം കൂടി തന്നെ വെടിവെച്ച് കൊല്ലണം. മറ്റു രാജ്യങ്ങളിൽ ചെയ്യണം. അതാ പറഞ്ഞ അത് പരിഷത്ത് അങ്ങനെ ഒരു നിലപാടൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ പരിഷത്ത് ആക്ഷേപം കേൾക്കേണ്ടി വരില്ലേ? ഇല്ല, അതിന് ആക്ഷേപം കേൾക്കേണ്ട കാര്യമല്ലോ. നമ്മളെ ഒരു നിലപാടെടുക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ്. ഒരു വിഭാഗത്തിൽ കൂടുതൽ അംഗസംഖ്യ വന്നു കഴിഞ്ഞാൽ അവയെ നമ്മൾ അതിനെ പരിമിതപ്പെടുത്തണം. അതിന് ചെയ്യേണ്ട കാര്യം എന്താണോ അത് ചെയ്യണം. അത് ലോകരാജ്യങ്ങൾ മുഴുവൻ ചെയ്യുന്നതാണ്. അതൊരു ശാസ്ത്രീയമായ നിലപാടാണ്. ആ നിലപാടിൽ വെച്ചുകൊണ്ടാണ് എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ. ഏതെങ്കിലും ഒരു ഇനം മൃഗങ്ങളുടെ എണ്ണം വളരെ കൂടി കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം കുറയ്ക്കേണ്ടി വരും. അതൊരു നിലപാടാണ്. അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ ഏറ്റവും ഒന്നാമതായിട്ട് കാണുന്ന മനുഷ്യനെയാണ്. അപ്പോൾ മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളെ ഒന്നിച്ച് ഇങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സന്തുലനം നമ്മൾ പാലിക്കേണ്ടി വരും. അതിന് വിഘാതമായിട്ട് എണ്ണത്തിൽ വ്യത്യാസം വരുമ്പോൾ അത് നമ്മൾ നിയന്ത്രിക്കേണ്ടി വരും. അതിന് വെടിവെക്കണമെങ്കിൽ വെടിവെക്കണം എന്നുള്ളതാണ് മാധവ് ഗാഡ്ഗിൽ പോലും പറഞ്ഞത്. ഇവിടെ എല്ലാവരും വിമർശിച്ചവരാണല്ലോ ഗാഡ്ഗിൽ. അദ്ദേഹം പോലും ആ നിലപാട് എത്രയും മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അത് ആർക്കെങ്കിലും തോന്നുമ്പോൾ വെടിവെക്കാനല്ല, അതിന് ഒരു കൃത്യമായ ഒരു
ഒരു പഠനം വേണം, ഒരു ഒരു രേഖ വേണം. അത് വേണം ആ, തന്നെയല്ല, അതിനൊരു രീതിയും സംവിധാനവും ഒക്കെ വേണം. അതില്ലാതെ പറ്റത്തില്ല. മറ്റൊരു കാര്യം സാറേ, ഞാൻ സമയത്തിൻ്റെ കുറവുണ്ട്, പെട്ടെന്ന് നമുക്കൊന്ന് ചോദിച്ചു വരും. ഇപ്പോൾ ഈ പ്രകൃതി പ്രതികരിക്കുന്നത് വളരെ തീവ്രമായിട്ടാണല്ലോ. മഴ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പെയ്യുന്നു. കാറ്റ് വരുമ്പോൾ അത് വളരെ പെട്ടെന്ന് കൊടുങ്കാറ്റായി ചുഴലിക്കാറ്റായി വരുന്നു. അതിതീവ്ര ന്യൂനമർദ്ദങ്ങൾ കടലിൽ രൂപപ്പെടുന്നു. അതുപോലെ തന്നെ ചില പാത്തികൾ രൂപപ്പെടുന്നു കടലിൽ. ഇതിൻ്റെയൊക്കെ ഫലമായി വളരെ പെട്ടെന്ന് ഇപ്പോൾ കാലവർഷം എത്തുന്നതിന് മുമ്പേ വേനൽ മഴ ശക്തമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം നഗരങ്ങളിലൊക്കെ. ഇനി വരാനിരിക്കുന്നു. അതെന്താവും ഈ പ്രകൃതിയുടെ ഇത്തരത്തിലുള്ള അല്ല, ക്ഷോഭം? അത് ആ, വളരെ വലിയ ഒരു ഒരു വേനൽക്കാലം 100 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം 2023 ഏറ്റവും കൂടിയ ചൂട് ഉണ്ടായിട്ടുള്ളത്. ഇത് ഇപ്പോഴുണ്ടാകുന്ന ഈ കാലാവസ്ഥ മാറ്റം ഒരു സ്വാഭാവിക മാറ്റമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് പ്രകൃതി തന്നെ ഇങ്ങനെ വരുന്നതെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അത് മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടാണ് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. കാരണം അത്രമാത്രം കാർബൺ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ലോകരാഷ്ട്രങ്ങൾ വമിപ്പിക്കുന്നുണ്ട്. അത് അതിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും വികസിത രാജ്യങ്ങളാണ് അതിൻ്റെ അളവ് നമുക്കറിയാൻ കഴിയും. അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അളവിൽ നോക്കുമ്പോൾ മറ്റ് ചെറിയ രാഷ്ട്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആകെ മൊത്തം അളവ് നോക്കുമ്പോൾ ചൈനയും അമേരിക്കയും ഒക്കെ ആണ് ഏറ്റവും കൂടുതലായിട്ട് കാർബൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ താപനില ഒരു ലെവൽ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അതനുസരിച്ച് ഈ ഭൂമിയിലുള്ള മറ്റ് കാര്യങ്ങൾക്കും മാറ്റം വരും. അപ്പം മഞ്ഞ് ഉരുകും, ഇപ്പം വെള്ളത്തിൻ്റെ അളവ് കൂടും. വെള്ളത്തിൻ്റെ അളവ് കൂടുമ്പോൾ ലെവൽ കടൽ ഉയരും. കയറുകയും ഒക്കെ ചെയ്യും. അപ്പം ആകെ ചൂട് കൂടുന്നതനുസരിച്ച് നീരാവി കൂടുതൽ വരികയും വലിയ മഴ വരികയും ചെയ്യും. അതനുസരിച്ച് കാറ്റിൻ്റെ ഗതി അതിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരും. അപ്പോൾ ആകെ മൊത്തം പിന്നെ നമ്മുടെ താളം ഈ തെറ്റുന്നിരിക്കും. കേരളം പോലുള്ള ഒരു അതിൻ്റെയൊക്കെ ഒരു കൊച്ചു ഭാഗമാണിത്. സംസ്ഥാനത്തിന് ആ, പ്രത്യേകിച്ച് ഒരു കേരളത്തിൻ്റെ ഒരു സൈഡ്, ഒരു വശം അല്ലെങ്കിൽ ഒരു അതിർത്തി മുഴുവൻ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുകയാണ്. അതെ. അപ്പോൾ മറ്റൊന്നിങ്ങനെ നമ്മൾ കുന്നുപോലെ തന്നെ മൂന്നായിട്ടാണല്ലോ കിടക്കുന്നത്. തീരപ്രദേശം, സമതലം, മധ്യപ്രദേശ് അല്ലെങ്കിൽ സമതല പ്രദേശം, പിന്നെ നമ്മുടെ പർവ്വത പ്രദേശം, ഇങ്ങനെയായിട്ടാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ഈ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് എത്ര പണ്ട് ഇത് താങ്ങാനാവും ഈ മഴയും? ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങളിലെ ഏറ്റവും പെട്ടെന്ന് ബാധിക്കുന്ന ഒരു സംസ്ഥാനം കേരളമായിട്ടാണ് ശാസ്ത്രജ്ഞന്മാർ ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഭാവി വളരെയധികം ആകുലപ്പെടുന്ന ഒരു കാര്യം തന്നെയാണിത്. കാരണം നമ്മളിപ്പോൾ ഒരു 10-30 വർഷം മുമ്പ് നമ്മുടെ തീരത്തൂടെ പോയിട്ടുള്ളവർക്കറിയാം, ഇന്ന് അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 4 തീരം പോലും ഇന്ന് അവിടെ ഇല്ല. അത് നമ്മൾ വളരെ കൃത്യമായിട്ട്, അതിന് ആരുടെയും ഒരു പഠനമൊന്നും വേണ്ട, നമ്മൾ പോയി കണ്ടാൽ മതി. ഒരു 20 വർഷം മുമ്പ് നമ്മുടെ കടൽ തീരത്തും ഇപ്പോഴുള്ള കടൽ തീരവും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പം തന്നെ എത്രമാത്രം കടൽ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലെ വെള്ളത്തിൻ്റെ നിരപ്പ് താഴുന്നത്, അല്ലേ? വയനാട്ടിലൊക്കെ എത്ര പിന്നെ മുമ്പ് തന്നെ അവിടെ വരൾച്ച ഉണ്ടായിട്ടുണ്ട്. വെള്ളത്തിൻ്റെ നിരപ്പ് താഴുന്നു, ഭൂജല നിരപ്പ് താഴുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ പരമാവധി വെള്ളത്തെ നമ്മുടെ ഭൂമിയിലേക്ക് താഴാൻ അനുവദിക്കുകയും അതുപോലെ തന്നെ അതിനുള്ള ഒരു പിന്നെ തടസ്സമായി വരുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ പരമാവധി അതിനെ മിതപ്പെടുത്താനും ഒക്കെ ചെയ്യാനുള്ള ഒരു ജീവിത സംസ്കാരം നമ്മൾ എടുത്തില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ഭാവി വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന. സാറ് പറഞ്ഞ വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. കോവളത്ത് നമ്മളൊരു 20 വർഷം മുമ്പ് ചെല്ലുമ്പോഴുള്ള കോവള തീരമല്ല ഇപ്പോൾ. യാതൊരു ഭംഗിയുമില്ലാതെ ഇല്ല. പ്രകൃതി തന്നെ ഒരുക്കി അതിമനോഹരമായ ഒരു കടൽ തീരം ഇപ്പോൾ വളരെ മോശമായി, യാതൊരുവിധ സൗന്ദര്യമില്ല കിടക്കുന്നു. ശംഖുമുഖം പറയേണ്ടതില്ല. ശംഖുമുഖം എല്ലാം തീർന്നു പോയിരിക്കുന്നു. പോട്ടെ, ഇതിപ്പോൾ ഞാൻ ഇടയ്ക്ക് ആനുഷംഗികമായി 1-2 കാര്യങ്ങൾ ചോദിച്ചു. നമുക്ക് അവസാനമായി ഒരു ചോദ്യം, ആദ്യം സൂചിപ്പിച്ച പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ചോദിച്ച്, അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം, സമയത്തിൻ്റെ പരിമിതി മൂലം. ഇപ്പോൾ A+ കിട്ടിയ കുട്ടികൾക്ക്, അത് സമൂഹത്തിൻ്റെ ഒരു ട്രെൻഡാണ്. സാറ് ഉത്തരം കൃത്യമായി പറയാൻ വേണ്ടി പറയണമെന്നല്ല, പരിഷത്തുമായി ബന്ധപ്പെട്ടല്ല ഈ ചോദ്യം. ഇപ്പോൾ പൊതുവേ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് A+ കിട്ടിയ കുട്ടികളെ മുഴുവൻ അനുമോദിക്കുന്നു. A+ കിട്ടിയ കുട്ടികൾക്ക് എല്ലാ ക്ലബ്ബുകളിലും സമൂഹങ്ങളിലും ട്രോഫി കൊടുക്കുന്നു, വലിയ അംഗീകാരം കൊടുക്കുന്നു. എല്ലാ വിഷയങ്ങൾക്കും A+ ആണ്. ധാരാളമായി കിട്ടിയിട്ടുണ്ടല്ലോ, ഏതാണ്ട് 10-70,000 മുകളിൽ A+ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളെല്ലാം വിളിച്ചു വരുത്തുക, അത് +2 ഉൾപ്പെടെയാണ്. +2 ഉൾപ്പെടെ A+ കിട്ടിയ കുട്ടികളെ വിളിച്ചു വരും. ഞാനും പങ്കെടുക്കുന്നുണ്ട്, ഇനിയും പങ്കെടുക്കും. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, ഏതെങ്കിലും കാരണവശാൽ എല്ലാത്തിനും A+ കിട്ടാതെ പോയ ഒരു വലിയ ഭൂരിപക്ഷ വിഭാഗം ഇപ്പുറം മാറി നിൽപ്പുണ്ടല്ലോ. ഉണ്ട്. അവർ അനുമോദിക്കപ്പെടണ്ടേ? അല്ല, അത് ഈ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടായി വന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു
ഒരു പ്രതിഫലനമാണിത്. ഇത് അവർ ചില ഗുണങ്ങളുണ്ട്, ചില ചില ഗുണങ്ങളുണ്ട്. ദോഷങ്ങളുമുണ്ട്. അപ്പോൾ അത് ഈ കുട്ടി A+ നേടിയാൽ വളരെ വലിയ ഒരു കാര്യമാണ് എന്ന് ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്, സമൂഹത്തിലുണ്ട്. പക്ഷേ A+ എല്ലാവർക്കും കിട്ടുന്നത് കുറേ പേർക്ക് A+ പിന്നെ കിട്ടാത്തത് കൊണ്ടാണ്. ഫുൾ A+ എല്ലാവർക്കും കിട്ടിയെങ്കിൽ ഈ ഒരു പ്രശ്നം വരികയില്ല. അപ്പം കുറേ പേര് ഇതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ അനുമോദനം നടത്തുന്നതിൻ്റെ ഒരു ക്രെഡിറ്റ് കുറേ പേര് കിട്ടാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്കൂടെ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കേണ്ടതുണ്ട്. വലിയ ഒരു ജനാധിപത്യ സങ്കല്പമാണ് സാർ മുന്നോട്ട് വന്നത്. എന്താണ് ജനാധിപത്യം എന്നൊരു കുട്ടി ഗാന്ധിജിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറേ പേർ ഓടുന്നതിൽ ഒരാൾ ജയിക്കുന്നു, പക്ഷേ ജയിക്കുന്ന ആൾ ജയിക്കുന്നത് മറ്റുള്ളവർ ഓടിയതുകൊണ്ടാണ് എന്ന് പറഞ്ഞ സങ്കല്പമുണ്ട്. അതേ സങ്കല്പത്തിൻ്റെ മറ്റൊരു വേർഷനാണ് ഇത്. മനോഹരമാണ് തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ മന്ത്രി എഴുതിയ ദേശാഭിമാനി എഴുതിയ ലേഖനത്തിലും ഇതേ ജനാധിപത്യ സങ്കല്പത്തെക്കുറിച്ചൊരു സൂചന ഉണ്ടായിരുന്നു. കാരണം വിദ്യാഭ്യാസം ജനാധിപത്യമാണ്, ജനാധിപത്യപരമാകണം എന്ന് തന്നെയാണ്. പക്ഷേ പരിഷത്ത് അത് കൂടുതൽ ജനാധിപത്യപരമാകണം എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇങ്ങനെയൊരു വിമർശനം മുന്നോട്ട് വെച്ചത്. വളരെ നന്ദിയുണ്ട് സാർ, ഞങ്ങൾക്ക് വേണ്ടി സ്റ്റുഡിയോയിലെത്തിയതിനും ഈ നിലപാട് വിശദീകരിച്ചത്. നമസ്കാരം. കേരളത്തിൻ്റെ നവോത്ഥാന കാര്യങ്ങളിൽ ഉൾപ്പെടെ പുരോഗമന കാര്യങ്ങളിൽ എത്ര വലിയ പിന്തുണയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരള സമൂഹത്തിന് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ കേരള സർക്കാരിനെ വിമർശിക്കേണ്ട, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ നയത്തിൽ വിമർശിക്കേണ്ട ഒരു ഭാഗം വന്നപ്പോൾ അത് ചൂണ്ടിക്കാട്ടി പാർശ്വവൽകൃത വിഭാഗത്തോടൊപ്പം അവരുടെ വിദ്യാഭ്യാസത്തോടൊപ്പം ഉറച്ചു നിൽക്കാൻ പരിഷത്ത് തീരുമാനിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് സമൂഹത്തിന് ഗുണകരമാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.